ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ചെക്കപ്പ് ആണ്. ഞാനും കുട്ടാപ്പി രാവിലെ എനിക്ക് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ പോകണം. കുട്ടാപ്പിക്ക് രാവിലെ ചെറിയ എന്തോ പ്രശ്നങ്ങളുണ്ട്. എന്താ കിൻഡർ ജോയിയുടെ കൂടെ കിട്ടിയ ഗിഫ്റ്റല്ലേ. അയ്യോ, കണ്ണിൽ വെയിൽ വന്നടിക്കാൻ. രാവിലെ കുറച്ച് വെയിൽ കൊള്ളണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിനല്ലേ നോക്കാം, എന്നിട്ട് ഹോസ്പിറ്റൽ വിശേഷം കാണാം കേട്ടോ. മാസ്ക് കൊള്ളാം. ഒന്ന് ഫ്ലവർ അതിൽ സ്റ്റാർ അല്ലേ, സ്റ്റാറും കുത്തുകുത്തു. അതെ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. എങ്ങനെയുണ്ട് ഞങ്ങൾ റെഡി ആയിട്ട്? കൊള്ളാമോ? നീ അല്ല പറയാനുള്ളത്. എവിടെ കൈമാറ്റി തുടങ്ങി അച്ചിപ്പുരാണം തുടങ്ങി രാവിലെ. ഞാൻ അപ്പോൾ എന്തായാലും എന്താ ഫുഡെന്ന് നോക്കാം. അമ്മ രാവിലെ എല്ലാ പാത്രത്തിലും വെള്ളം തിറച്ച് വെച്ചിട്ട് പോയിരിക്കുകയാണ്. ആശത്തിക്കുന്ന ഏറ്റവും ഉളർപ്പുണ്ട് പോയി. അപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഗുഡ് ഗേൾ. അല്ലെങ്കിലും അമ്മ തന്നെയാണ് രാവിലെ ഉണ്ടാക്കണേ, ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞത് അല്ല, രാവിലെ വെറും വയറ്റിൽ മുട്ടായി കഴിക്കണം. കണ്ട പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ കുട്ടാപ്പി മുട്ടായി കഴിക്കാമെന്ന് പറയാം. രാവിലെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ കട്ടനുണ്ട്. ആഹാ, എന്തൊരു കിട്ടില്ല വെയിലല്ലേ. കുറേ മാസത്തിന് ശേഷം, മാസത്തിനല്ല 2 മാസത്തിന് ശേഷം കുട്ടാപ്പി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ രാവിലെ 7 മണിക്ക് എണീക്കും. ഇപ്പോൾ കുറച്ച് 2 മാസം കൊണ്ട് വെയിലങ്ങനെ രാവിലെ ഇളം വെയിലങ്ങനെ ഇതുവരെ കൊണ്ടിട്ടില്ല. വെയിൽ കൊള്ളാറുണ്ട്, കൂടിപ്പോയി 8:30 ശേഷമുള്ള വെയിൽ. അപ്പോഴല്ലേ ഞാൻ ഉറക്കം എണീക്കാറ്. രാവിലെ 7 മണിക്കുള്ള വെയിലൊക്കെ കൊള്ളണം. ആഹാ, കൊള്ളാം, അതൊക്കെ ശരി. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എനിക്ക് പാർക്കൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ സ്ലൈഡിൽ കളിക്കാൻ വേണ്ടി കുറേ നേരമായിട്ട് ഇരിക്കണം. അമ്മ അറിഞ്ഞ ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്കാനിങ്ങിന്. പക്ഷേ എന്നാലും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കിട്ടി. കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എഴുതി ക്ലിയറാക്കി എല്ലാം കൊടുത്തു. പിന്നെ എന്നെ സ്കാനിങ്ങിന് വിളിച്ചു. സ്കാൻ ചെയ്ത് എനിക്കൊന്നും 10 മിനിറ്റ് ടൈം എടുത്തുള്ളൂ. പെട്ടെന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ റിസൾട്ടിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി പെട്ടെന്ന് വീട്ടിലെത്തി. എൻ്റെ പൊന്നോ, ഇതിനിടയിലുള്ള പിന്നെ വേറെ ഒരു കാര്യം എടുക്കാൻ പറ്റിയില്ല. ആകെ ക്ഷീണിച്ചങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കേട്ടാ.